ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസുബി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സൈബർ ലോകത്തെക്കുറിച്ചാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെയും സിലബസിലെ IT ആൻഡ് സൈബർ ഇൻഫർമേഷൻ എന്നൊരു ടോപ്പിക് ഉറപ്പായിട്ടും പഠിക്കാനുണ്ടാവും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓൾ റൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. കമ്പ്യൂട്ടറുകളും ആധുനിക വിവരവിനിമയ സാധ്യതകളും തുറന്നു തരുന്ന ലോകമാണ് സൈബർ വേൾഡ് അല്ലെങ്കിൽ സൈബർ ലോകം. സൈബർ ലോകത്ത് അംഗമായിരിക്കുന്ന ഏതൊരു വ്യക്തിയും അറിയപ്പെടുന്നത് സൈബർ സിറ്റിസൺ എന്നാണ്, അല്ലെങ്കിൽ സൈബർ പൗരൻ. അപ്പോൾ നമ്മളെല്ലാവരും സൈബർ പൗരന്മാരാണല്ലേ. നമ്മൾ 2 പോയിന്റ് പഠിച്ചു. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ ഉള്ള ലോകത്തിനെ സൈബർ ലോകം എന്ന് പറയും. ആ ലോകത്ത് ജീവിച്ചിരിക്കുന്ന, അത് ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരെയും സൈബർ സിറ്റിസൺ എന്ന് വിളിക്കും. 3ാമത്തെ പോയിന്റ് നോക്കാം. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടോ അവ ഉപയോഗിച്ചുകൊണ്ടോ നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ ക്രൈംസ്. സൈബർ ക്രൈംസിനെ കുറിച്ചൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാവും. കാരണം വാർത്തകളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത് മുഴുവനും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഓരോ രാജ്യത്തും സൈബർ സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സൈബർ ക്രൈംസ് പ്രധാനമായിട്ട് 2 ടൈപ്പാണ്. അതിൽ ആദ്യത്തേത് നോക്കാം. ഒരു സമൂഹത്തെയോ രാജ്യത്തെയോ കമ്പ്യൂട്ടർ ശൃംഖലയെയോ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ ക്രൈം എന്നാണ്. സൈബർ ക്രൈം. അടുത്തത് നോക്കാം. ഒരു വ്യക്തിയുടെ സ്വകാര്യ അവകാശങ്ങളെ ഹനിക്കുന്ന കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ ടോർട്സ് എന്നാണ്. സൈബർ ടോർട്സ്. ചില സൈബർ ക്രൈംസ് നോക്കാം. ഹാക്കിംഗ്. സ്വന്തം ആനന്ദത്തിനായി ഒരാൾ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിൽ അതിലെ സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അയാളുടെ അറിവോ അനുമതിയോ ഇല്ലാതെ പ്രവേശിച്ച് വിവരങ്ങൾ മോഷ്ടിക്കുകയോ വിവരങ്ങളിൽ മാറ്റം വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനെ ആണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ വളരെ ശ്രദ്ധയോടെ കേട്ട് നോട്ട് എഴുതി പഠിക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കാറുണ്ട് ഇതൊക്കെ. അടുത്ത സൈബർ ക്രൈമാണ് ക്രാക്കിംഗ്. ഉടമയുടെ അറിവോ അനുമതിയോ കൂടാതെയോ തെറ്റിദ്ധരിപ്പിച്ചോ അയാളുടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്ക് സംവിധാനത്തിലോ ദുരുദ്ദേശത്തോടെ പ്രവേശിച്ച് സുരക്ഷാ വീഴ്ചകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രധാന പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രസ്തുത സംവിധാനങ്ങളെ മുഴുവൻ തകരാറിലാക്കുന്ന കുറ്റകൃത്യമാണ് ക്രാക്കിംഗ്. അടുത്തതാണ് സൈബർ ടെററിസം. സൈബർ തീവ്രവാദം എന്ന് മലയാളത്തിൽ പറയും. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇംഗ്ലീഷിലാണ് ഹെഡിങ് കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇംഗ്ലീഷിലും മലയാളത്തിലും അത് ആ വാക്ക് തന്നെയാണ് പറയുക. മലയാളത്തിൽ പ്രത്യേകിച്ച് വാക്കുകളുണ്ടെങ്കിൽ അത് ഹെഡിങ്ങിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ. സൈബർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് എതിരെയോ സംസ്കാരത്തിനെതിരെയോ സമ്പത്വ വ്യവസ്ഥയ്ക്കെതിരെയോ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെയോ നടത്തുന്ന ആക്രമണങ്ങളാണ് സൈബർ ടെററിസം. അടുത്തതാണ് സൈബർ സ്റ്റോക്കിംഗ്. കരുതിക്കൂട്ടി ഇരയെ ഭയപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ അപമാനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സൈബർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുക. അടുത്തത് സൈബർ ബുള്ളിയിങ്. സൈബർ സ്റ്റോക്കിംഗ് നടത്തുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ ആണെങ്കിൽ അറിയപ്പെടുന്നതാണ് സൈബർ ബുള്ളിയിങ്. ഇതിൻ്റെ രണ്ടിനെയും കണക്ട് ചെയ്ത് പഠിക്കണം. സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മുതിർന്ന വ്യക്തിനെയാണ് നമ്മൾ ഭയപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും ഒക്കെ. ഈ സൈബർ സ്റ്റോക്കിംഗ് പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയെയാണ് ചെയ്യുന്നതെങ്കിൽ അത് സൈബർ ബുള്ളിയിങ് ആവും. അടുത്ത സൈബർ ക്രൈമാണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് കേൾക്കുമ്പോൾ മീൻപിടുത്തം എന്ന് നമുക്ക് ഓർമ്മ വരും അല്ലേ. പക്ഷേ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഒരു വെബ് പേജിൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു പേജ് ഉണ്ടാക്കി കബളിപ്പിക്കുന്ന രീതി, അതിനെയാണ് ഫിഷിംഗ് എന്ന് പറയാം. ഇപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കോഡ് പോലെ ഓർക്കുക. ഫിഷ് എന്ന് പറയുമ്പോൾ എന്താ, മീനുകളൊക്കെ കാണാൻ ഏകദേശം ഒരുപോലെ അല്ലേ. അപ്പോൾ ഒന്നിനെ പോലെ തന്നെ മറ്റൊന്ന് ഉണ്ടാക്കി കബളിപ്പിക്കുന്ന രീതി എന്ന് ജസ്റ്റ് വെറുതെ ഓർത്ത് വയ്ക്കുക. അടുത്തതാണ് ട്രോജൻ ഹോഴ്സ് അറ്റാക്ക്. ട്രോജൻ കുതിര ആക്രമണം എന്ന് മലയാളത്തിൽ പറയും. ഈ ട്രോജൻ ഹോഴ്സ് എന്ന പേരിൽ തന്നെ ഒരു കഥയുണ്ട്. ട്രോയ് എന്നൊരു സിനിമയുണ്ട് ഇംഗ്ലീഷിൽ. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ടത്തെ ഒരു യുദ്ധതന്ത്രമായിരുന്നു ട്രോജൻ ഹോഴ്സ്. അതുമായിട്ട് സാമ്യതയുള്ളത് കൊണ്ടാണ് ഇതിനെ ട്രോജൻ ഹോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത് കേട്ടോ. പുതുതായി ഇറങ്ങുന്ന ചലച്ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ വരികയും അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്ന സൈബർ ലോകത്തെ ആക്രമണമാണ് ട്രോജൻ ഹോഴ്സ് അറ്റാക്ക്. അടുത്തത് നൈജീരിയൻ 419 അല്ലെങ്കിൽ നൈജീരിയൻ 419 മലയാളത്തിൽ. ഇതൊരു പണം തട്ടിപ്പ് പരിപാടിയാണ്. വൻ തുക പ്രതിഫലം നൽകാം എന്ന വാഗ്ദാനത്തിലൂടെയും മറ്റും ആളുകളെ പ്രലോഭിതരാക്കി വിശ്വാസയോഗ്യമായ രേഖകൾ കാണിച്ച് പണം തട്ടുന്ന രീതിയാണ് നൈജീരിയൻ 419. അടുത്തത് കമ്പ്യൂട്ടർ വൈറസ്. സൈബർ ലോകത്തെ ആക്രമണകാരികളായ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ്. നെക്സ്റ്റ് വൺ, ഇമെയിൽ ബോംബ്. ഒരു ഇമെയിൽ വിലാസത്തിലേക്ക് ഒട്ടനവധി മെയിലുകൾ അയച്ച് ഇരയുടെ മെയിൽ ഇൻബോക്സ് നിറയ്ക്കുന്ന ഒരു ആക്രമണമാണ് ഇമെയിൽ ബോംബ്. നമ്മുടെ ഇൻബോക്സിലേക്ക് അനാവശ്യമായിട്ടുള്ള മെയിലുകൾ അയച്ച് ഇൻബോക്സ് നിറച്ച് ഇങ്ങനെ ഹാങ് ചെയ്യുന്നൊരവസ്ഥ വരും. അടുത്ത സൈബർ ക്രൈമാണ് ഷോൾഡർ സർഫിംഗ്.
പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നത് നേരിട്ടോ മറഞ്ഞു നിന്നോ ക്യാമറയിലൂടെയോ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന രീതി അറിയപ്പെടുന്നതാണ് ഷോൾഡർ സർഫിംഗ്. ഒരുപാട് സൈബർ ക്രൈംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്തരം സൈബർ ക്രൈമിൽ നിന്നും ലോകത്തുള്ള ജനങ്ങളെ സുരക്ഷിതരാക്കാൻ വേണ്ടി കുറച്ച് സൈബർ സുരക്ഷാ മാർഗങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യത്തേതാണ് CIA. സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നയങ്ങളുടെ മാതൃകാ രൂപമാണ് CIA. അതിൽ C ഫോർ കോൺഫിഡൻഷ്യലി സ്വകാര്യത, I ഇൻറ്റഗ്രിറ്റി സമഗ്രത, A അവൈലബിലിറ്റി ലഭ്യത. സ്വകാര്യത, സമഗ്രത, ലഭ്യത എന്നിവ ഉറപ്പാക്കുന്ന നയങ്ങളുടെ മാതൃകാ രൂപമാണ് CIA. അടുത്തതാണ് ബയോമെട്രിക് വെരിഫിക്കേഷൻ. ഒരാളുടെ ജീവശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളെ തിരിച്ചറിയാൻ സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന രീതി. അതിലേറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് നമ്മുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യുന്നതൊക്കെ. അടുത്തത് സെക്യൂരിറ്റി ടോക്കൺ. ഒരു നെറ്റ്വർക്കിൽ ഒരു അംഗീകൃത വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ചെറിയ ഹാർഡ്വെയർ ഉപകരണമാണ് സെക്യൂരിറ്റി ടോക്കൺ. അടുത്ത സുരക്ഷാ മാർഗമാണ് എൻക്രിപ്ഷൻ. ഡിജിറ്റൽ രൂപത്തിലുള്ള ഒരു പ്രമാണം മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഒരു രഹസ്യ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് എൻക്രിപ്ഷൻ. 3 തരം എൻക്രിപ്ഷൻ രീതികളുണ്ട്. അതിലൊന്ന് ഹാഷിംഗ്, 2 സിമെട്രിക് രീതികൾ, 3 അസിമെട്രിക് രീതികൾ. വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മെസ്സേജ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അടുത്തതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സന്ദേശങ്ങളുടെയും പ്രമാണങ്ങളുടെയും വിശ്വസനീയത സ്ഥാപിക്കുന്നതിനായി സൈബർ ലോകത്ത് ഉപയോഗിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സങ്കേതമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഓൺലൈനായി നമുക്ക് ലഭിക്കുന്ന ഏത് സർട്ടിഫിക്കറ്റ്സും ഇപ്പോൾ ഡിജിറ്റലി സൈൻ ചെയ്തിട്ടാണ് അധികൃതർ അയച്ചു തരുന്നത്. അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. ഇൻ്റർനെറ്റിലൂടെ ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സുരക്ഷിതമായി വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് പാസ്പോർട്ടാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്. അടുത്തത് ആൻറ്റിവൈറസ്. കമ്പ്യൂട്ടർ വൈറസ് എന്താണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു. ഈ നശീകരണ സ്വഭാവമുള്ള പ്രോഗ്രാമുകളിൽ നിന്നും കമ്പ്യൂട്ടറിനെ സുരക്ഷിതമാക്കാനായി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ആൻറ്റിവൈറസ്. അടുത്ത സുരക്ഷാ മാർഗമാണ് ഫയർവാൾ. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്കോ നെറ്റ്വർക്കിൽ നിന്നോ അനധികൃതമായി ഇടപെടലുകൾ ഉണ്ടാകുന്നതിനെ പ്രതിരോധിക്കുന്ന സംവിധാനമാണ് ഫയർവാൾ. വിവിധ തരം ഫയർവാളുകളുണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടതാണ് പാക്കറ്റ് ഫയർവാൾ, സ്റ്റേറ്റ്ഫുൾ ഫയർവാൾസ്, ആപ്ലിക്കേഷൻ ലെയർ ഫയർവാൾസ്, പ്രോക്സി ഫയർവാൾസ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അടുത്തത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യവും വിനിമയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിനായി വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന നിയമത്തെയോ നിയമങ്ങളുടെ സഞ്ചയത്തെയോ അറിയപ്പെടുന്നതാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. സൈബർ മേഖലയിൽ ഇന്ത്യയിലുണ്ടായ പ്രധാന നിയമമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഈ നിയമം നിലവിൽ വന്നത് ഒക്ടോബർ 17, 2000 ഇത് ഭേദഗതി ചെയ്ത വർഷം ഒക്ടോബർ 27, 2009. 2009 ഒക്ടോബർ 27 ഭേദഗതി ചെയ്തത്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ICT ആൻഡ് സ്കൂൾ സോഫ്റ്റ്വെയർ എന്ന ടോപ്പിക്കിലെ അവസാനത്തെ ടോപ്പിക്കായിരുന്നു ഇന്ന് ഡിസ്കസ് ചെയ്തത്. സൈബർ ലോകത്തെക്കുറിച്ചും കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അതിൻ്റെ സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ആ സ്നേഹം ലൈക്കിലൂടെയും സബ്സ്ക്രൈബ് ചെയ്തു എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ.